എവ്രിവൺ, നമ്മൾ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ 8.0യുടെ ഫസ്റ്റ് സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണാം, എന്തായിരിക്കും ഈ 8.0 എന്ന് ഞാൻ എടുത്തു പറയാൻ, അല്ലെങ്കിൽ 8.0 എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് കാണും. അത് നമ്മളുടെ ഓറിയന്റേഷന്റെ 8ാമത്തെ സെഷനാണ്. നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ഇതിപ്പം 8ാമത്തെ സെഷനാണ് നമ്മളുടെ, അല്ലെങ്കിൽ 8ാമത്തെ ഓറിയന്റേഷൻ മീറ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പം അതിലേക്ക് എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എന്റെ പേര് സാന്ദ്ര, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ കം ഫാക്കൽറ്റി ആണ്. എന്റെ കൂടെ ഇന്ന് ഇവിടെ ഉള്ളത് വാണി മാം ഉണ്ട്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ മെന്റർ കം ഫാക്കൽറ്റി ആണ് മാം. അതുപോലെ തന്നെ അശ്വതി മാം ആൻഡ് ആതിര മാം, നമ്മൾ 4 പേരാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉള്ളത്. അപ്പം 3 പേരെയും ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എംകോം ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ മാക്സിമം എല്ലാവരും ക്യാമറാസ് ഓൺ ആക്കി വെക്കുക. നമ്മളിത് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ആരെങ്കിലും ഫോണിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫോണിന്റെ പേരാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് റീനെയിം ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം പേരാക്കുക. അപ്പം നമുക്ക് അറിയാനും പറ്റും ഓരോരുത്തരുടെ ആരൊക്കെയാണ് ജോയിൻ ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് വീഡിയോ ഓൺ ആക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം അല്ല കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ നെയിമും ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഓറിയന്റേഷൻ 8.0യുടെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്രാവശ്യം ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. നമ്മൾ ആദ്യം ഒരു കാര്യം ഡിസ്കവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അതാണ് നമ്മൾ ഡിസ്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ലേൺ. നിങ്ങൾ നമ്മുടെ സിലബസ് മാത്രമല്ലാതെ കുറച്ചും കൂടെ അതിനും അപ്പുറമായിട്ട് കാര്യങ്ങളെ ലേൺ ചെയ്യുക എന്നുള്ളതാണ് ലേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അച്ചീവ്, നിങ്ങൾ നമ്മുടെ കരിയർ ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം, നിങ്ങളുടെ സബ്ജക്ട് വൈസ് ആണെങ്കിലും എക്സാംസിനെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളത് നമ്മൾ ഈ ഒരു മീറ്റിംഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. അപ്പം വൺസ് അഗെയിൻ എല്ലാവരെയും ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് ഒന്നും കൂടെ വെൽക്കം ചെയ്യുന്നു. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു മീറ്റിംഗിന്റെ സേ ഹലോ ടു സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളൊരു ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കിന് എന്താ ചെയ്യുന്നത്, അപ്പുറത്തേക്കുന്ന ആളോട് നമ്മൾ ഹലോ പറയും, അല്ലെങ്കിൽ അവരോട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരു സെഷനാണ് ഇത്. അതുപോലെ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെറിയ ഗെയിംസ് കാണും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും അതുപോലെ തന്നെ പരിചയപ്പെടുത്താനും ഉള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റിലെ തന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് നമ്മളുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മളുടെ സ്ഥലവോ മാത്രം പറഞ്ഞു പോകാതെ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാകുമ്പോഴത്തേക്കിനും ഈ ഒരു സെഷന്റെ ലാസ്റ്റ് സെഷൻ വരെ വരുമ്പോഴത്തേക്കിനും നിങ്ങളെ ഓർത്തിരിക്കാൻ മറ്റുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യുക. നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമ്മള് എല്ലാരും ഭയങ്കര ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്ന പോലൊക്കെ ഒരു ഫീലിംഗ്. അപ്പൊ അതൊന്നും വേണ്ട, നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ്. സോ ആ ഒരു രീതിയിൽ തന്നെ കാണുക. അപ്പം ഓരോരുത്തരായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ പേരെടുത്ത് ആരെയും വിളിക്കുന്നില്ല. നമ്മള് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തരായിട്ട് തന്നെ പരിചയപ്പെടുത്തുക, മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു നോളജ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ആരായിരിക്കും ആദ്യം ഫസ്റ്റ് വരുന്നത്? നിങ്ങൾ PG സ്റ്റുഡൻസ് ആണ്. നമ്മൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വയം വരികയാണ് ചെയ്യേണ്ടത്. സോ ആരാണ് ആദ്യം വരുന്നത്? ജസ്റ്റ് വരിക, നിങ്ങളുടെ പേര് പറയുക, അതേപോലെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ ആരാണ് ഫസ്റ്റ് വരുന്നത്? ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ആദ്യത്തെ സെഷനാണ് സേ ഹലോ ടു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ തന്നെ നമ്മൾ ഈ ഒരു MCOM ജേർണിയിലെ ഫസ്റ്റ് സെഷനാണ്.
അപ്പൊ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. നമുക്കൊരു ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും ഓറിയന്റേഷൻ സെഷൻസിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ബെസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു മത്സരം ഉള്ളത് നല്ലതാണ്. ആരാണ് എംകോമിലെ ബെസ്റ്റ് പെർഫോമർ ആകുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യമേ നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുകയല്ലേ. അപ്പൊ ആരാണ് വരുന്നത്? എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. നല്ല ഇതായിട്ട് വന്നാട്ടെ. ജിഷ വാ. ഹലോ മാം, എൻ്റെ പേര് ജിഷ. ആം, എൻ്റെ വീട് ഉള്ളന്നൂരാണ്. ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചപ്പോ മാന്നാറാണ് വീട്. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നോവലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരുപാട് വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പിന്നെന്താ, ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പൊ നമ്മുടെ തെറ്റുകൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നതല്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞുല്ലോ എന്നൊരു തോന്നലില്ല. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ജിഷ, അത് വലിയ നല്ലൊരു കാര്യമാണ് അല്ലേ. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് നല്ലതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് അതെ, ചെയ്യുന്നതുകൊണ്ട് യാതൊരു മോശമില്ല അക്സെപ്റ്റ്. അല്ലേ. ഓക്കെ, താങ്ക് യു ജിഷ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? ഐശ്വര്യ വന്നോളൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് വന്നോളൂ. എന്റെ പേര് ഐശ്വര്യ. ഞാൻ ട്രിവാൻഡ്രം വെള്ളനാടുന്നാണ്. എന്റെ മാരേജ് കഴിഞ്ഞ് 5 years ആയി. അപ്പോ എനിക്ക് എന്റെ കല്യാണത്തിന് മുമ്പാണ് പെട്ടെന്ന് കല്യാണം നടന്നുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ള ഒരു ബ്രേക്ക് ഒക്കെ പെട്ടെന്ന് എടുക്കേണ്ടി വന്നു. അപ്പം ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എംകോം ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഈ ഒരു ഫീൽഡ് കിട്ടിയോണ്ട് ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. പിന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഫീലിംഗ്, എനിക്ക് അതായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഇതിൽ വന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ലേൺ വൈസിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അശ്വതി മാം ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ആണ്. എനിക്ക് എന്താ പറയാ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ വന്നതിലും പഠിക്കാൻ തുടങ്ങുന്നതിലും. ഐ എം റിയലി ഹാപ്പി. ഓക്കെ ഐശ്വര്യ, താങ്ക് യു. താങ്ക് യു ഐശ്വര്യ. നെക്സ്റ്റ് ആരാ വരുന്നത്? ജിഷയാണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും ആരും പേര് വിളിക്കാതെ തന്നെ ഓരോരുത്തരും മുമ്പോട്ട് വരിക. ആരാ നെക്സ്റ്റ്? ഓക്കെ, പറഞ്ഞോ. ഭവ്യ എന്നല്ലേ? ഓക്കെ, പറഞ്ഞോളാം. എന്റെ പേര് ഭവ്യ. സ്ഥലം കോഴിക്കോടിനടുത്ത് തിരുവങ്ങൂരാണ്. മാരേജ് കഴിഞ്ഞിട്ട് 13 വർഷമായി. ആക്ച്വലി 2010 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയത്. ഇപ്പം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു കഴിഞ്ഞ മാസം വരെ. ഈ മാസം റിസൈൻ ചെയ്തു. 2010 ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ആ കല്യാണത്തിന്റെ ഇതൊക്കെ വന്നത്. അങ്ങനെ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ PSC കോച്ചിങ് അതൊക്കെ ചെയ്ത് എനിക്ക് അന്നേരവും ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എംകോം ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പൊ വേണ്ട, നമുക്ക് PSC നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇവിടെ എത്തിയില്ല. പിന്നെ 2016 അത്യാവശ്യം വലിയൊരു പേഴ്സണൽ ഇഷ്യൂ ഫേസ് ചെയ്തിട്ട് എനിക്ക് ഫുൾ ഡിപ്രഷൻ അടിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചാലേ രക്ഷയുള്ളൂ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും BCom കഴിഞ്ഞിരിക്കണം. ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവോ എന്നുള്ളൊരു കൺഫ്യൂഷനോടെയാണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തത്. പക്ഷെ അവിടുത്തെ എൻ്റെ ടീം ഭയങ്കര സപ്പോർട്ട് തന്ന് എനിക്കതിൽ പഠിക്കാൻ പറ്റി. പഠിച്ച് അവിടെ തന്നെ അവർ ട്രെയിനറായിട്ട് എന്നെ സെലക്ട് ചെയ്തു. അപ്പോഴും ഞാൻ ആദ്യം എനിക്ക് ടീച്ചർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം ഈ ട്രെയിനറിന്റെ ഇതിൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെ പ്രഗ്നൻസി അതൊക്കെ വന്ന് പിന്നെ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന്റെ ഫീൽഡിലേക്ക് ഞാൻ പോകുന്നത്. അവിടെ ട്രെയിനറായിട്ട് ഇപ്പം 4 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഭവ്യ. ഇന്നത്തെ നമ്മുടെ ലേണേഴ്സ് എല്ലാം നല്ല പോസിറ്റീവ് ആണെന്ന് തോന്നില്ലേ. എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ച് നമുക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് മെന്റാലിറ്റി തരുന്ന രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? അടുത്ത ആരെങ്കിലും പറയുന്നുണ്ടോ? ആരാണ്? അതിലൊരു ഐഫോൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. പേരൊന്ന് റീനെയിം ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് ഈസിലി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ പേരിന്റെ സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നുണ്ട്, ഒരു ഓപ്ഷൻസ് കാണിക്കും. അവിടെ നിങ്ങൾക്ക് റീനെയിം ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ റീനെയിം ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു സ്റ്റുഡന്റ് ആരാണെന്നുള്ളത്. ഓക്കെ, അടുത്തത് ആരാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അതോ ഗെയിം കളിക്കുന്നോ?
ഓക്കെ, ഐശ്വര്യ വിനോദ് വന്നിട്ടുണ്ട്. ഓക്കെ, വന്നട്ടെ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണേ. എന്റെ പേര് ഐശ്വര്യ. പറഞ്ഞോളൂ ഐശ്വര്യ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇപ്പൊ പഞ്ചാബില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 2017 ഞാൻ ബികോം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2020 ആയപ്പോഴേക്ക് കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് ആയിട്ട് എംകോമിന് അഡ്മിഷൻ എടുത്തു. പക്ഷെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോയേക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് ഇഗ്നോയില് അഡ്മിഷൻ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ അഡ്മിഷൻ എടുത്തത്. പിന്നെ ഇപ്പം നാട്ടിലല്ല, പഞ്ചാബിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബില് എങ്ങനെയുണ്ട് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ? ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടാണ്. ആണല്ലേ? ഞങ്ങള് നല്ല മഴയാണ്. ഏകദേശം ഇവിടെ 40-45 ഡിഗ്രി. വീട്ടില് വിളിക്കുമ്പോഴൊക്കെ പറയും നല്ല മഴയാണെന്ന്. ഓക്കെ, ശരി. താങ്ക് യു ഐശ്വര്യ. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? ഹാൻഡ് റൈസ് ചെയ്ത് വന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ആക്കി സംസാരിക്കാം. അടുത്തത് ആരാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിം കണ്ടക്ട് ചെയ്താലോ മാഡം? സന്ദ്രമ, ഗെയിം എന്ന് കേട്ടാൽ ആരും പേടിക്കൊന്നും വേണ്ട. ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു സെഷനെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്, അല്ലെങ്കിൽ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയാം. നമ്മൾ പേടിച്ചാണ് ഈ ഓറിയന്റേഷൻ എന്ന് കേൾക്കുമ്പോഴേ പിള്ളേർ പറയാറുണ്ട്, എന്റെ മിസ്സേ ക്ലാസ് ആണോ, സബ്ജക്റ്റ് ആണോ, ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് വരണോ, എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, നമ്മളൊരു പുതിയ കാര്യത്തിന് തുടക്കം ഇടുക, അത് വളരെയധികം സന്തോഷത്തോടെ. ഇപ്പൊ ഇതുവരെ നമ്മൾ നല്ല രീതിയിൽ ചിരിച്ച്, നിങ്ങളും അതേപോലെ പോസിറ്റീവായിട്ടാണ് മുമ്പോട്ട് പോയത്. അപ്പൊ നിങ്ങളെ നല്ലതുപോലെ ഫൺ എലമെന്റ് ആക്കി, വളരെ എനർജറ്റിക് ആക്കി. ഇപ്പൊ പലരും അവിടെ ഇരിക്കുക, ഈ ഇരിക്കുന്നവരൊക്കെ ഓടും ചൂടെ കഴിയുമ്പോൾ. അപ്പം ആ ഒരു രീതിയിൽ ഇരിക്കുന്ന നമ്മളെ എണ്ണിച്ച് നമ്മൾക്ക് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ആ രീതിയിലുള്ള ഗെയിമാണ്, വളരെ ഫൺ എലമെന്റ് ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വീഡിയോ ഓൺ ആക്കുക. പറഞ്ഞ പോലെ തന്നെ എന്താണ്, റീനെയിം ചെയ്ത്, പേരൊക്കെ റീനെയിം ചെയ്തിട്ട് സെഷനിലോട്ട് കയറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാ മാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണ് അല്ലേ? ഓക്കെ. Sagar alias Jack in the shop. Let's party. Let's party in the shop. കേൾപ്പിച്ചെന്നല്ലേ? ഇവിടെ നമ്മൾ കുറച്ച് ബീജിയമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്, കുറച്ച് ബീജിയം. അപ്പൊ അത് ഏത് ഫിലിമിലെയാണ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബീജിയം കേട്ടില്ലേ നിങ്ങള്? കേട്ടല്ലോ. ഇത് ഡാൻസർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലേ ഞങ്ങൾ പറയും. നെക്സ്റ്റ് തൊട്ട് നിങ്ങൾ പറയണം. ഇതിന്റെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. അറിയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മാം, ആ, സാഗർ എലീസ് ജാക്കി ആണോ? അതോടെ പറഞ്ഞല്ലോ. ഏതാണ്? രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ. ആ, പോരട്ടെ, ഏകദേശം അടുത്തൊക്കെ വരുന്നു. ഈ സാഗർ എലിയസ് ജാക്കി, ആ ഒരു കാസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കഥാപാത്രം, അത് ഏത് സിനിമയിലായിരുന്നു? ഭവ്യ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. രാജാവിന്റെ മകനല്ലേ? ആണോ? അങ്ങനെ ചോദിച്ചാ ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചായിരുന്നില്ലേ? നമുക്ക് നോക്കാം ഏതായിരുന്നു. ഇപ്പത്താ നോക്കാൻ. അതെ, നെക്സ്റ്റ് നോക്കാം. ഏതാ? മീശമാധവൻ. മീശമാധവൻ ആരാ പറഞ്ഞേ?
മുനീറയാ മുനീറ. പറഞ്ഞത്. അതെ. മുനീറ വന്നാട്ടെ. മുനീറ മാറി ചെയ്തിട്ടാണ് സംസാരിക്കുന്നേ. കറക്റ്റ് ആണല്ലോ മുനീറ. കണ്ടോ? കൃത്യം. നമുക്ക് നോക്കാം. മിഷ മാധവൻ. അടുത്തത് നോക്കാം. അടുത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. മിന്നാരം ഭവ്യ സ്കോർ ചെയ്തു. ഓ എനിക്ക് വയ്യ, ഇവർ കയറി കയറി വരുന്നുണ്ടല്ലേ. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഇതേ ഉള്ളൂ. ലാലേട്ടൻ ഞങ്ങൾ ഫാൻസ് ആണെന്ന് തോന്നുന്നു എല്ലാവരും. എന്തോ ലാലേട്ടന്റെ ഭയങ്കര ഫാൻസ് ആണ് തോന്നുന്നേ. ആ അതെ അതെ. നമുക്ക് അടുത്തത് നോക്കാം. മിന്നാരം. കിലുക്കം. കിലുക്കോ. ഭവ്യ സ്കോർ ചെയ്യുക. ഐശ്വര്യക്ക് അറിയായിരുന്നില്ലേ? മുനീറയൊക്കെ ആലോചിച്ച് അങ്ങ് ചെന്ന് മോഹൻലാലിന്റെ പഴയ പടത്തിനകത്തെല്ലാം ചെന്ന്. അതെ. കിലുക്കോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മണിച്ചിത്രത്താഴ്. ഏതാണ്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ്. കറക്റ്റ് സമയം ഇപ്പൊ ഐശ്വര്യക്ക് പറഞ്ഞു. ഐശ്വര്യ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ പറയുന്ന പറഞ്ഞിരിക്കും. അപ്പോഴാണ് ജിഷ പറഞ്ഞത്. ഇപ്പൊ പൊട്ടിക്കും. അല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ പറയാൻ നിൽക്കുക. ഭവ്യ ആ ഒരു ഇരിക്കുക. ഇത് ആർക്കും അറിയത്തില്ലായിരിക്കും, ഇത് ഞാൻ തന്നെ പറയും എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് പറഞ്ഞോളൂ. ശരിയാണ്, കറക്റ്റ്. റെഡി ആയിട്ടിരിക്കുക അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇത് പിന്നെ ആരും ചോദിക്കാനൊന്നും കാര്യമില്ല. റോക്കി ബായി ഒക്കെ അറിയാത്തവരല്ലേ? ഓക്കെ, അടുത്തത്. സേതുരാമ CBI ആരാ പറഞ്ഞേ? പേരറിയാൻ ഭരത്ചന്ദ്രൻ IPS. മുഹമ്മദ്. നോക്കാം. നേരറിയാൻ CBI ആണോ? നേരറിയാൻ CBI. ഭരത്ചന്ദ്രൻ IPS. ഏതേലും CBI 4-5 ഉണ്ടല്ലോ. 5 സീരീസ് മതില്ലോ. മുഹമ്മദ് പറഞ്ഞു ഭരത്ചന്ദ്രൻ. നമുക്ക് നോക്കാം. കമ്മീഷണർ അടുത്തെത്തിയായിരുന്നു. അടുത്തത്
ഇതാണ് ഐശ്വര്യ എന്താ പറഞ്ഞത്? തട്ടത്തിൽ മറയത്ത്. അടാർ. തട്ടത്തിൻ മറയത്ത്. ഐശ്വര്യ പറഞ്ഞത് ക്ലിയർ ആയില്ലായിരുന്നു. അടാർലോ. ജിഷയ്ക്ക് 2 ആൻസർ ഉണ്ടല്ലോ. അടാർലോ ഞാൻ പറയാം. അടാർലോ. ഇനി ഏതെങ്കിലും ആൻസർ ഉണ്ടോ? നോക്കാം. തട്ടത്തിൻ മറയത്ത്. നിങ്ങളെക്കാരൊക്കെ സ്കോർ ചെയ്യുന്നത് മുഹമ്മദാണ്. ഇപ്പൊ വന്നാൽ എന്തെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ആർക്കും അറിയത്തില്ല മിസ്. ഒരു ചെറിയ ക്ലൂ കൊടുക്കാം അല്ലേ? ആ ഒരു തമിഴ് സിനിമയുടെ ബീജിയം. ഒരു തമിഴ് സിനിമയുടെ ബീജമാണ്. പാട്ടറിയാം, അറിയത്തില്ല. അതിലൊരു മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നടി അതിനകത്ത് നായികയായിരുന്നു. 2 പേര് ഇല്ലേ? രണ്ടുപേര്. അത്യാവശ്യം നമ്മളെ ഒത്തിരി കരയിപ്പിച്ചു എന്ന് അങ്ങനെയൊക്കെ പറയാം. കുറച്ച് നല്ല ഒരു ഫിലിമാണ്. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഫേമസ് ഡയലോഗ്. ഇടയ്ക്ക് എല്ലാവരും യൂസ് ചെയ്തിട്ടിരുന്നായിരുന്നു. ഭയങ്കര തമിഴ്നാട്ടിലാണേലും കേരളത്തിലാണേലും ഒക്കെ ഭയങ്കര ഓളം ഉണ്ടാക്കിയ സിനിമയായിരുന്നു. നസ്രിയൊക്കെ ഉള്ള. അടുത്തെത്തി. നസ്രിയ ആക്സിഡന്റിൽ മരിക്കുന്ന സിനിമയുടെ പേരൊക്കെ കിട്ടും. ജിഷ കഥ അവിടെ വളരെ ശരിയാണ്. രാജാറാണി. രാജാറാണി. ആരാത്? പേരൊന്ന് പറയാവോ? അനില. ആരാണ്? പേരെന്തായിരുന്നു? അനില. അനില ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അനില എന്നൊന്ന് ആക്കാമോ? അവിടെ വേറെ എന്തോ ഒരു ഇതാണ് വന്ന് കിടക്കുന്നത്. വീഡിയോ കൂടെ ഒന്ന് ഓൺ ചെയ്യണേ അനില, കേട്ടോ? രാജാറാണി. ഞാൻ ജോലിയിലാണ്, അതുകൊണ്ടാണ്. ഓ ഇവരെയൊക്കെ ചാടി വീണിട്ട് പറയാം ക്ലാസ്മേറ്റ്സ് വിട്ടുകൊടുക്കുകയില്ല. തട്ടമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരുന്നിട്ട് പറയുക ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കല്ലേ അല്ലേ? ഇത് പറഞ്ഞില്ലേ പിന്നെ എന്തോ പറയല്ലേ, ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ ബീജിയം പറഞ്ഞില്ലേ? ഓക്കെ. മുഹമ്മദ് ആദ്യമേ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഇട്ടപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആരെയും കേൾക്കാനും സമ്മതിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ ആദ്യം തന്നെ ഉത്തരം പറയും. ഇല്ലേ മുഹമ്മദ്? ഓക്കെ. കറക്റ്റ് ആണോ അതോ രോമാഞ്ചമാണോ? ഏതാ? മഞ്ഞുമൽ ബോയ്സ് ആണോ? നമുക്ക് നോക്കാം. ഏത് CBI എന്നൊന്നും എനിക്കറിയില്ലല്ലേ. നേരറിയ CBI ആണോ? കറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും അറിയാം? നോക്കാം, നമുക്ക് നോക്കിക്കളയാം. എന്തായാലും CBI ആണ്. ഭവ്യ പറഞ്ഞിരുന്നില്ലേ നേരെ? ഇതാ സേതുരാമയ്യ CBI. ആവേശം ആവേശം.
പറഞ്ഞു ആവേശം എന്ന് പറയാനുള്ള മുഹമ്മദിന്റെ ഞാൻ ആവേശം കേട്ടിട്ട് ആരെങ്കിലും വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. എക്സാമിനും കാണണേ ഈ ഒരു ആവേശം. എന്താ അശ്വതി മാം, ഞാനൊന്ന് ഫ്ലോയിൽ വരുന്നു, നശിപ്പിച്ച് കളയാനാണ്. ഞാൻ ഇവിടെ എക്സാമും സബ്ജക്റ്റും ഒന്നും ഇവിടെ സേ ഹലോ ടു ഗെയിം മാത്രമേ ഉള്ളൂ. അതെ ഗെയിം നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചില്ല് ചെയ്യാൻ വന്നതാ. പിള്ളേരൊക്കെ സെറ്റായിട്ട് വരികയാണ്, അപ്പൊ കയറി പറയുന്നു. നമുക്ക് നോക്കാം. ആവേശം. പ്രേമം പ്രേമം പ്രേമം. ഏതായിരുന്നു അത്? ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. പ്രേമ പറഞ്ഞില്ലേ? ഓക്കെ. പറഞ്ഞു മുഹമ്മദ് ആദ്യമേ പറഞ്ഞ ട്യൂൺ തുടങ്ങിയപ്പോഴേ പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് കേട്ടില്ലായിരുന്നു. പറഞ്ഞു പ്രേമം തന്നെയാ പറഞ്ഞത്. തുടക്കത്തിലേ പറഞ്ഞിട്ടങ്ങ് പോകും, പിന്നെ ആരും എന്നെ നോക്കരുത്. ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ട്, യശോദി മാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന്. മുഹമ്മദ് ചാടിക്കറി എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദേവദൂതൻ ദേവദൂതൻ ദേവദൂതൻ. വേറെ ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ദേവദൂതൻ തന്നെയാണോ? നമുക്ക് ഉറപ്പിക്കാമോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? നിങ്ങളൂടെ പറ, അല്ലെങ്കിൽ ഇതൊരു വൺ മാൻ ഷോ ആയി പോകും. എല്ലാരും ആ മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു മൂഡിലിരിക്കുക. ദേവദൂതൻ അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ബാക്കി ഐശ്വര്യ മുനീറ ഒക്കെ എന്താ ഇപ്പൊ ഒന്നും പറയാത്തെ? ഒക്കെ മുഹമ്മദ് ആണല്ലോ സ്കോർ ചെയ്യണേ. ആദ്യമേ സ്കോർ ചെയ്യുന്നുണ്ട് മുഹമ്മദ്, പറയാനുള്ള ഗ്യാപ്പ് കിട്ടണില്ല. അതെ അതെ, അൺമ്യൂട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടിരുന്നു. ഇപ്പൊ പറയണം, മ്യൂസിക് തീരുന്നതിന് മുമ്പ് ചാടിക്കറി പറഞ്ഞോണം. നമുക്ക് നോക്കാം. അടുത്തത് പ്രേമലുക്മിണി. ഏതാ മുനീറ? മുനീറ ആദ്യമേ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കായിരുന്നു. കൂടെ മുഹമ്മദ് മുഹമ്മദ് ആൻസർ പറഞ്ഞു, എന്നാലും മുനീറ അല്ല, ആദ്യം മുനീറ ആദ്യമേ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും മുഹമ്മദ് കയറി ആൻസർ പറയുകയും ചെയ്തു. ഏതായിരുന്നു മുനീറ പറഞ്ഞത്? പ്രേമലു. വേറെ ആർക്കെങ്കിലും എനി അതർ ഓപ്ഷൻസ്? മുനീറ വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ, നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഞാൻ കണ്ടതാ കുറച്ചു മുമ്പ് പോലെ. വാങ്ങിയോട്ടെ, തിരിച്ച് നല്ല ഇതായിട്ട് വാ. വീഡിയോ ഓൺ ചെയ്ത് വെക്കാവുന്നവരെല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അനില മാത്രമല്ലേ പറഞ്ഞുള്ളൂ വർക്കിലാണെന്നുള്ളത്. ബാക്കി എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്ക കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, തീർന്നു കേട്ടോ. ഇനി വേണമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ലതായിരുന്നു, ടെൻഷൻ ഒന്ന് റിലാക്സ്ഡ് ആയി. ഓക്കെ, റിലാക്സ്ഡ് ആയി അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. മുനീറ വാ, ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ പേര് മുനീറ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് മുനീറ. ഞാൻ ഒമാനിലാണ് സ്റ്റേ ചെയ്യുന്നത്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മുനീറയ്ക്ക് ഫ്രീ ആവുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ?
ഉറങ്ങാന്ന് മാത്രം പറയരുത്. ചിലർ ഇങ്ങനെ അത് പറയാറുണ്ട്. അതൊഴിച്ച് വേറെ എന്താന്ന് വെച്ചാ പറഞ്ഞു. മ്യൂസിക് കേൾക്കും. മ്യൂസിക് കേൾക്കും. ഓക്കെ. വേറെ പാടുവോ? വേറെ ഏയ് ഇല്ലല്ല. പാട്ട് പിന്നെ പാടുവോ? കുട്ടികളൊക്കെ പാട്ടൊന്നും മ്യൂസിക് പാടില്ല. കേൾക്കുന്നവരൊക്കെ ചെറുതായിട്ടെങ്കിലും മൂളിപ്പാട്ട് പാടുന്നവരായിരിക്കും അല്ലേ? എല്ലാരും അതെ. കേൾക്കും. എനിക്കും മ്യൂസിക് കേൾക്കുന്ന ഒരു ഹോബി ഒക്കെ ആയിട്ട് ഫ്രീ ടൈം ഒക്കെ കേൾക്കുന്നവരൊക്കെ ചെറുതായിട്ട് പാടാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കുമല്ലോ. മുനീറ പാടും, എനിക്കറിയാം. ഇല്ല. ഓക്കെ. അയ്യോ, മുനീറ മര്യാദയ്ക്ക് വീഡിയോ ഓൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക. അതുകൂടെ നശിപ്പിച്ച് കളയല്ലേ. ഇല്ലേ, നല്ല ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇരിപ്പുണ്ട് ആളല്ലേ. അതെ അതെ. ഓക്കെ. മുനീറയ്ക്ക് ഫ്രീ ആവുന്ന ടൈമിൽ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? അതെ അതെ. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആരുടെ പാട്ടാണ്? ഏതെങ്കിലും ഇന്ന കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ 80s 90s എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഏതാണ്? ലേറ്റസ്റ്റ് ആണെങ്കിൽ അധികം ചിത്രന്റെ പിന്നെ സുജാത, പിന്നെ ഇപ്പത്തെ ശ്രേയ ഘോഷല്. ഓക്കെ. ആൾ അപ്ഡേറ്റഡ് ആണ്. അതെ അതെ. ഓക്കെ. ശരി മുനീറ, താങ്ക് യു. ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോ? ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് നോക്കി കുറച്ചിരിക്കുന്ന കേട്ടില്ലേ? ഇല്ല ആരും ഇല്ല. ശരി എന്നാ. ഓക്കെ. താങ്ക് യു മുനീറ. അടുത്തതാരാണ്? ഇനി ഈ കൂട്ടത്തിൽ ആരാണ്? മുഹമ്മദ്, हाँ मैम। വീഡിയോ ഓൺ ചെയ്ത് പറയാം. हाय मैम। പറഞ്ഞോളൂ മുഹമ്മദ്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്താണ് പറയണ്ടേ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹലോ, എവിടെയാ മുനീർ സ്ഥലം? എവിടുന്ന് എൻ്റെ വരുന്നത്? പേര് മുഹമ്മദ് ബർജീസ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ഓക്കെ. കല്ലായി. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ചോദിച്ചാ മാത്രമേ ഉത്തരം പറയൂ. ആഹാ. ചോദിച്ചോളി. ചോദിച്ചോക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ ലൈഫിൽ എന്തെങ്കിലും അംബിഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കണം, അല്ലെ ലൈഫിൽ ഇന്ന ആളാവണം, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയ്ക്ക് വലിയ ഉമ്മയും ചോദ്യമല്ല. വാപ്പയും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കണം, അത് വലിയൊരു കാര്യം തന്നെയല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും അച്ചീവ്മെന്റ്, എന്തെങ്കിലും നേടിയെടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ട്, എഴുത്ത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പാട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മൂടും. ആഹാ. ആ, പിന്നെ അപ്പൊ അശ്വതി മാം പിന്നെ നോട്ട് ചെയ്ത് വെച്ചു, മുഹമ്മദ് പാട്ട് പാടും. ഓക്കെ. പിന്നെ വേറെ വേറെ അതൊക്കെ തന്നെ. അതൊക്കെ തന്നെ. ഓക്കെ, ശരി എന്നാ, താങ്ക് യു. താങ്ക് യു മാം. അടുത്തതാരാണ്? അനില, ഞാൻ കിച്ചണിലാണ്. പറഞ്ഞോളൂ. എൻ്റെ പേര് അനില. ഞാൻ ചേർത്തല അടുത്തുകളാണ് സ്വദേശം. ഞാനൊരു പ്രൈവറ്റ് ഗോൾഡ് ലോൺ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് PG ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നെ ബ്രേക്ക് ഒക്കെ എടുത്തു വന്നപ്പോൾ PG ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല, തിരക്കുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ അതൊക്കെ തന്നെ ഉള്ളു. പിന്നെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കൊണ്ട് നമുക്ക് ഫാമിലി, കുട്ടികളൊക്കെ വലുതായി. മൂത്തയാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇളയാള് +1. ഇത്രയും വലിയ കുട്ടികളാണ്. ഇതൊക്കെയാണ് വീട് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു സാന്ദ്ര. താങ്ക് യു അനില. സാന്ദ്ര മാം, ഔട്ട് യു. പറഞ്ഞു വേണേ മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടാൻ തോന്നുന്നു അല്ലേ? ഓക്കെ. ആരാണ് അടുത്തത്? റിൻസി, ഷൈമ, അബിൻ.
ആരാ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഷൈമ വീഡിയോ ഓൺ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ? ഷൈമ കേൾക്കാമോ? കേൾക്കാം. എന്റെ പറഞ്ഞോ. പേര് ഷെയ്മ. ഞാന് ജിദ്ദയിലാണ് സെറ്റിൽഡ്. ഇപ്പോ ലീവിന് ഒരു 20 ദിവസത്തിന് അനിയത്തിന്റെ നിക്കായതുകൊണ്ട് നാട്ടിലുണ്ട്. മലപ്പുറം, പ്രോപ്പർ മലപ്പുറം. 2 കുട്ടികള്, ഒന്ന് 4ാം ക്ലാസ്സില്, ഒരാള് LKG-ല്. ഓക്കെ, പിന്നെ ഷൈമയുടെ ഒരു എന്താ ലൈഫിൽ ഒരു അംബീഷൻ എന്താ, അല്ലെ മുന്നോട്ട് ഇനി എന്തായിരിക്കണം അടുത്തൊരു ഇതെന്നുള്ള ഒരു ഗോൾ എന്തായിരിക്കും? അംബീഷന് അൽഹംദുലില്ലാ റാത്താണ്. നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ മരിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ അംബീഷൻ. അത് മുഹമ്മദിന്റെ എടുത്തതല്ലേ? അത് പറ്റില്ല. വേറെ എന്തെങ്കിലും എന്ത്? സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു? അത് മുഹമ്മദ് പറഞ്ഞ അതേ സാധനം അടിച്ചെടുത്തതല്ലേ? അത് സ്പെഷ്യലായിട്ട് അതിപ്പോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഞങ്ങളെ പോലത്തെ ഏറ്റവും വലിയ അംബീഷൻ അതായിരിക്കും. പിന്നെ ഏറ്റവും വലിയ അംബീഷന് PG ചെയ്യണം. വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ 10 വർഷമായി കോളേജ് വിട്ടിട്ട്, അപ്പൊ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ സന്തോഷാണ്, സന്തോഷത്തിലായിരിക്കുക, സമാധാനത്തിലായിരിക്കുക. ഇതാണ് എന്റെ ഏറ്റവും വലിയ അംബീഷൻ തോന്നുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഷൈമ. നെക്സ്റ്റ് ഇനി എന്താണ്? ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നോ? റിൻസി, നമുക്ക് സമയമില്ല, വേഗാട്ടെ. റിൻസി കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗെയിമോട് ഒന്ന് പെട്ടെന്ന് കണ്ടക്ട് ചെയ്തിട്ട് വരാം. റെഡിയാണോ? കുഴപ്പമില്ല, റിൻസി പറഞ്ഞോളൂ. പറഞ്ഞോ. വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. പേര് റിൻസി എന്നാണ്. കോട്ടയം വെച്ചൂരാണ് വീട്, വൈക്കം വെച്ചൂർ. ഞാൻ KSRTC-യില് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. PG ചെയ്യണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് 20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പഠിക്കണമെന്നൊരു തോന്നലിപ്പോ വന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു മാത്രം. 2 കുട്ടികളുണ്ട്. ഒരാള് 6ാം ക്ലാസ്സിലും ഒരാള് 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഒരു മോനും ഒരു മോളും. ഒരു മോനും ഒരു മോളും അല്ലേ? അതെ. റിൻസിക്ക് ടൈം സ്കെഡ്യൂൾ വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ്? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എനിക്ക് 1:30 ഡ്യൂട്ടി ഉള്ളത്. ഫുൾ ഡേ, ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം ഓഫാണ്. ഓക്കെ, എങ്ങനെ ജോബൊക്കെ നല്ല രീതിയിൽ പോന്നോ? കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഒരിടത്ത് ഇരുന്നുമല്ല നിന്നുമല്ല, ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആയിട്ട്. അല്ലെ? ഒരു ദിവസം എത്ര ആൾക്കാരെ കാണാൻ പറ്റുന്നു, എത്ര പേരെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല? അത്രയും എൻജോയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ജോബ് ആരും ചെയ്യുന്നുണ്ടാവില്ല, ഇല്ലേ? അതെ, ഒരുപാട് പേര് ഒരു ദിവസം നമ്മള് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നമ്മള് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് സ്വഭാവങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മള് കാണുന്നുണ്ട്. പലതരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളും എല്ലാമായിട്ട്. അതിലെന്തേലും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയില്ല അല്ലേ? നമ്മളൊക്കെ എന്തിനാണെങ്കിലും മീറ്റ് ചെയ്യും. അതെ. ഓക്കെ, താങ്ക് യു റിൻസി, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞാല് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, തുടക്കത്തിലേ പറയണം. ഓടി നടന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ടി വരും. അതാണ് നമ്മളുടെ ഗെയിം എന്ന് പറയുന്നത്. റെഡി ആയിക്കോളാം. അപ്പൊ ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. എടുത്തോണ്ട് വരിക. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഓൺ ചെയ്യാതെ നമുക്കിത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് സെറ്റ് ആയിട്ടിരുന്നോളൂ. ഇതാ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, കാണാലോ? ഓക്കെ, അയ്യോ ഐശ്വര്യ ഇപ്പഴേ ഓടി തുടങ്ങി. ഓക്കെ, വീഡിയോ എല്ലാരും ഓൺ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഈ ഒരു ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാല്, ഇതിന്റെ പേര് ഗ്രാബ് ആൻഡ് റൺ എന്നാണ്. നമ്മളിവിടെ കുറച്ച് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇപ്പം ഫസ്റ്റ് ഒരു കാര്യം നമുക്ക് പറയാം. അപ്പൊ അതിനായിട്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ വെക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്
ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താന്നുള്ളത്. ഫസ്റ്റ് ഇതാണ് ഇവിടെ ബുക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പോയി, ഇതൊരു ട്രയലാണ്, എല്ലാവരും ഓടിപ്പോയി ബുക്ക് കാണിക്കുക. അതിൽ ഫസ്റ്റ് ബുക്ക് കാണിക്കുന്ന ആരാണോ, ദാ ഇപ്പൊ ദാണ്ടെ ഭവ്യ കാണിച്ചിരിക്കുന്നു, ഐശ്വര്യ കാണിച്ചിരിക്കുന്നു, ജിഷ കാണിച്ചിരിക്കുന്നു. മുഹമ്മദ് ബുക്ക് എടുക്കുന്നില്ലേ? ഓടിയെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ബുക്ക് എടുത്തോണ്ട് വന്ന് കാണിക്കും. ഇതാണ് നമ്മളുടെ സംഗതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തത് തൊട്ട് നോക്കാം. ഓക്കെ, ശരി എന്നാ. കണ്ടല്ലോ, കപ്പാണ്. ഇപ്പൊ എടുത്തിട്ട് വന്നാട്ടെ. പെട്ടെന്ന് പോ, എല്ലാരും ഓടിപ്പോ. ഭവ്യ ഭവ്യ കാണിച്ചു, ഫസ്റ്റ് ഭവ്യ. ഐശ്വര്യ എവിടെടാ? മിനിയുടെ ബുക്കും കൊണ്ട് വന്നതേ ഉള്ളൂ. ഇച്ചിരി ലേറ്റ് ആയി പോട്ടെ. ഇവിടെ കപ്പ് വന്നു, ഓടിപ്പോ, കപ്പ് എടുത്തോണ്ട് വാ. ഓക്കെ, ഐശ്വര്യ കപ്പ് കൊണ്ടുവന്നു. ഐശ്വര്യ കാണിച്ചു, ഐശ്വര്യ ജിഷ വിനോദൻ, കൊണ്ടുവന്നു. ഷൈമ കാണിച്ചോ? എബിൻ എബിൻ വീഡിയോ ഓൺ ചെയ്തിരുന്നില്ലേ? ഓക്കെ, ഷൈമ നല്ലൊരു കപ്പ്, കളർഫുൾ ആയിട്ടുള്ള കപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് പോയോ? ഓക്കെ, മാം അടുത്തത് മുനീർ കപ്പുമായിട്ട് വന്നില്ല. മുനീർ വരട്ടെ, കഷ്ടമായി. ഓക്കെ, മുനീർ കപ്പായിട്ട് വന്നു. അടുത്തത് എടുക്കാൻ റെഡി ആയിട്ട് സൈഡിൽ ഇരിക്കാന്നാ തോന്നുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കാം എന്താണ്. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോണ്ട് വരിക. സാധനമാവാ. ഓക്കെ, ഭവ്യ കൊണ്ടുവന്നു. ഭവ്യ എന്താണ് കൊണ്ടുവന്നു ഷർട്ട്. വീഡിയോ ഓണല്ലേ? റീൽസ് വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഓക്കെ, കൊണ്ടുവന്നു, ഷൈമ കൊണ്ടുവന്നു ടോപ്പിലും. മുനീർ ഏതാണ്ട് കാണിക്കുന്നു. എല്ലാ സാധനങ്ങളും ഐറ്റംസ് മാത്രമേ കാണിക്കത്തുള്ളൂ ക്യാമറയിലോട്ട്. ബട്ടൺ മാത്രം കറക്റ്റ് ആയിട്ട് കാണിച്ചു. അടുപ്പില് നിക്കുക. ഇവിടെ വന്ന് നിന്ന് പോകുമ്പോ സമയം പോകുമല്ലോ ആൾക്ക്. അടുത്തതാണ് ഐശ്വര്യക്ക് കിട്ടിയില്ലേ? ഐശ്വര്യയുടെ വീഡിയോ സ്റ്റക്കാന്ന് തോന്നുന്നു. ജിഷ പോയ, ജിഷ എന്ത് ഷർട്ട് കൊണ്ടുവന്നു. ഷർട്ട് കൊണ്ടുവന്നു. ഐശ്വര്യ അവിടെ റിമോട്ട് ഉണ്ടോ നോക്ക്. ഐശ്വര്യ പാവല്ലേ, ഒന്നും കിട്ടാഞ്ഞിട്ടാണ് ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. മുഹമ്മദ് മുനീറ കഴിഞ്ഞു, ബാ വന്നിരുന്നാട്ടെ. മുഹമ്മദ് കപ്പെത്തിയിട്ടേ ഉള്ളൂ, ബട്ടണുള്ള സാധനം. ബട്ടനുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുക്കാൻ പോയി. അടുത്തത് നമ്മൾ കാണിക്കുമ്പോഴത്തേക്കിന് മുഹമ്മദ് അതും കൊണ്ട് വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഭവ്യ എന്നെ അതെ, ഭവ്യായിരുന്നു എല്ലാം കയ്യെത്തുന്നുണ്ടായിരുന്നു. ഭവ്യയുടെ കയ്യെത്തും ദൂരത്ത് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. ഐശ്വര്യ കൊണ്ടുവന്നു, ജിഷ കൊണ്ടുവന്നു. ജിഷ റൈബാൻ ആണോ ജിഷ? ഐശ്വര്യ കൊണ്ടുവന്നു. ഷൈമ ഞങ്ങളോടൊന്ന് കാണട്ടെ. ഒബ്ജക്റ്റ് മാത്രം ക്യാമറ മുമ്പ് കാണിക്കുക. ചേട്ടാ നീങ്ങിന്നട്ടെ. അയ്യോ, ചിരിച്ച് പോയാണ്. ഞാനൊന്ന് ചിരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്. അയ്യോ വീരല്ലേ, നാളെ മെന്റർ ചിരിപ്പിച്ച് താഴെ ഇട്ടോന്ന് പറയല്ലേ. അതെ, ഓക്കെ, എല്ലാരും മുഹമ്മദ് എന്തിയെ? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാവേ. അടുത്തത് ഗ്രാബ് സംതിങ്. ഓക്കെ, അതെനിക്ക് അവിടെ ക്ലിയർ ആവുന്നില്ലല്ലോ. മേഡ് ഇൻ വുഡ്. തടി കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തു കാണിക്കുക. തടി കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തു. കാണിച്ചു, ജിഷ കാണിച്ചു, ഭവ്യ കാണിച്ചു. അതെ, ഭവ്യ കാണിച്ചു. ഐശ്വര്യ സ്റ്റക്കാണ്.
ഐശ്വര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഐശ്വര്യ സാധനം തപ്പാൻ പോകുന്നതിനിടയ്ക്ക് നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതാണ്. അത് കൊള്ളാം. മുഹമ്മദ് എന്താ കാണിക്കുന്നേ? എന്താ സാധനം അത്? കഥകിന്റെ വല്ല ഇളക്കിയെടുത്താണോ? അല്ലേ അത് തടിക്കഷ്ണാണ് എന്തായാലും. എനിക്ക് മുന്നേറി ഇത് ഞാൻ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ ഓക്കെ. ആണല്ലേ? ഓക്കെ. മുനീറ പോയിട്ടേ ഉള്ളു, ഇപ്പൊ വരും. ഇപ്പൊ വരും. തടിയുടെ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ക്യാമറയുടെ അവിടെ ഇങ്ങനെ വരും. നമുക്ക് അടുത്ത് നോക്കാം. മുനീറ വരട്ടെ കേട്ടോ. ആ വന്നു. ആ വന്നു. ഓ എന്റെ അള്ള, എന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്. മര്യാദക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച എന്നെ കൊണ്ട് ഈ ഓട്ടടാ ഓട്ടം എല്ലാം ഓടിച്ചത്. രസമല്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ വളരെ ഇന്ററാക്റ്റീവാ. നിങ്ങളിത് മറക്കത്തില്ലാക്കില്ല. ഓക്കെ, അതെ. അടുത്ത നമുക്ക് നോക്കാം. ആ കേബിള്, വെറും കേബിൾ അല്ല, USB കേബിൾ. ആ ഓക്കെ, ഭവ്യ വിട്ടുകൊടുക്കില്ല. ആ മുനീറ, ഈ പ്രാവശ്യം നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. അതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ച്, ഞാൻ എങ്ങോട്ടും എണ്ണിക്കത്തില്ല. ഓക്കെ, ജിഷ കാണിച്ച്. അടുത്ത ആരാണ്? ഷൈമയ്ക്ക് ചാർജറിന്റെ കേബിൾ കിട്ടിയില്ലേ? ഇല്ല. അതിന്റെ അടുത്തുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ജിഷ കൊണ്ടുവന്നു. ഐശ്വര്യ കൊണ്ടുവന്നോ? കിട്ടിയോ ഐശ്വര്യ? ഓക്കെ, നമുക്കത് അടുത്തത് വേഗം നോക്കാം. ഗ്രാബ് സംതിങ് റെഡ് ഇൻ കളർ. ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു. ആ ഓക്കെ, ആംബിഫയർ. ആ തട്ടം. എന്റെ മുനീറ, ആ അവിടെ ചുവന്ന കർട്ടന്റെ ഫ്രണ്ടിൽ ഇരുന്ന് റെഡ് എടുക്കാനോടിയ. അത് തന്നെയാണ് ജിഷ തൊട്ട് പുറകിലുണ്ട് കർട്ടൻ. ആ ചുവന്ന കർട്ടന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് റെഡ് പേന എടുക്കാൻ പോയ മനസ്സ്. ഓക്കെ, റിൻസി വന്നിട്ടുണ്ട്. റിൻസി നല്ല ചോക്ലേറ്റ് ഒക്കെ കാണിക്കുന്നത്. എനിക്ക് വയ്യ. ഐശ്വര്യക്ക് കിട്ടി. ഭവ്യക്ക് കിട്ടിയോ? ഭവ്യ എന്താണ് ഇട്ടിരിക്കുന്ന ഡ്രസ് അതല്ലേ ഐശ്വര്യ? ഓക്കെ, നമ്മള് ഫെസ്റ്റിവലിനൊക്കെ കാണിച്ചാണ് സൂപ്പർ. അതൊരു മെറൂൺ കളർ, അതുകൊണ്ട് അത് കാണിക്കാൻ. ഞങ്ങള് റെഡ് പറഞ്ഞ റെഡ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ, മുഹമ്മദ് എന്തിയെ? മുഹമ്മദ് ഓടി നടക്കുമ്പോ വീട് മൊത്തം റെഡ് കളർ സാധനം നോക്കി കിട്ടുമ്പോ വീഡിയോ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വാട്ടർ ബോട്ടിൽ. ഏതെങ്കിലും വാട്ടർ ബോട്ടിൽ. ഓക്കെ, ഐശ്വര്യ കാണിച്ചു, ഭവ്യ കാണിച്ചു, ഷൈമ കാണിച്ചു. ഓക്കെ, മുനീറ കാണിച്ചു. വെറും കുപ്പിയൊന്നുമല്ല, മിനറൽ വാട്ടറിന്റെ കുപ്പിയാ, പുത്തന. കാണിച്ചു. ജിഷ ഇവിടെ പോയി. ജിഷ ബോട്ടിൽ കാണിച്ചിരുന്നോ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഇതെന്താന്നറിയോ? ജസ്റ്റ് കളറിന്റെ പെൻസിൽ ഉണ്ടല്ലോ, ഏതെങ്കിലും സ്കെച്ച് പെന്നോ മാർക്കറോ. മാർക്കർ കാണിച്ചു. അവർക്ക് ഇത് മാർക്കർ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്. മൂർച്ചയുള്ള എന്തെങ്കിലും വസ്തു. കുത്തുവന്ന് ക്ഷമ പറഞ്ഞു കേട്ടില്ലേ?
പെൻസിൽ തിരിച്ചു വെച്ചിട്ടാണ് ആയുധം. ഓക്കെ, ജിഷ എന്താ ജിഷ അത്? ഓക്കെ ഓക്കെ ആ ഐശ്വര്യ എന്താ അത്? മൂർച്ചയേറിയ ആയുധമാണോ ആ പേന? എഴുതാൻ അത്രയ്ക്ക് മൂർച്ചയല്ലേ? അതിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അത്രയും മൂർച്ച കാണും. ഓക്കെ, റിൻസി കത്തി കാണിച്ചിരിക്കുന്നു, ഭവ്യ കത്തി കാണിച്ചു, മുനീറുടെ അസിസ്റ്റന്റ് പോയിരിക്കുകയാണ്, വന്നില്ല, ഇപ്പൊ വരും. കത്രിക. ഉണ്ട് ഉണ്ട് ഉണ്ട്, എനിക്ക് പറ്റിയ തെറ്റാണ്. ഓക്കെ, അടുത്തത് നോക്കാം, നമുക്ക് വേഗം നോക്കാം. അടുത്തത് ഹെഡ്സെറ്റ്. നിഷ കാണിച്ചു. കാണിച്ചു. മീറ തപ്പുന്നുണ്ട്. മുനീറ ഉണ്ട്, മുനീറ കയ്യിലുണ്ട്. ഓക്കെ, റിൻസി കാണിച്ചു. ഭവ്യക്ക് കിട്ടിയില്ല, പക്ഷെ തപ്പിയെടുക്കും. ഷൈമയും തപ്പാണ്. ഐശ്വര്യ എന്തിയെ? ഇല്ലേ, കിട്ടിയില്ല. കുഴപ്പമില്ല, ഭവ്യക്ക് കിട്ടി. ഭവ്യക്ക് കിട്ടി. കുറേതാ, ഒരു സാധനം എടുത്ത് അവിടെ കൊണ്ട് വെക്കില്ല, എനിക്കൊരു ആവശ്യം വന്നപ്പോ ഇല്ല, ഞാൻ കിടന്ന് തപ്പുവാ. കിട്ടിയോ ഷൈമ? കുഴപ്പമില്ല, നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താ നോക്കാവേ. അടുത്തത് ബാഗ്. ഓക്കെ, ഭവ്യ കാണിച്ചു, ദിശ കാണിച്ചു, ഐശ്വര്യ കാണിച്ചു, മുനീറ കാണിച്ചു. മുനീറ നീങ്ങി ഇരുന്നിട്ട് മുഹമ്മദ് വന്നു, മുഹമ്മദ് കാണിച്ചു, റിൻസി കാണിച്ചു. ഓക്കെ, ഇതിപ്പം ഏകദേശം എല്ലാവരും ബാഗ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഗെയിം ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് നമുക്കൊരു കാര്യം വെച്ചാൽ, ഇതിൽ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവരുണ്ടോ? ഇനിയിപ്പോ എബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. എബിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? മാം, റിൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? റിൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീഡിയോ ഓൺ ചെയ്തില്ല. ഓക്കെ, എബിൻ സംസാരിക്കുന്നോ? നമുക്കത് അറിയണ്ടേ എബിൻ? നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആണ് ഇവരെല്ലാരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഷനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാട്ടെ. ഈ ഒരു മണിക്കൂറായി, ആരെങ്കിലും അറിഞ്ഞോ? 8:57 അല്ല 59, 8 സമയം പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഭവ്യ അതൊന്ന് ജസ്റ്റ് ഭവ്യയുടെ ഒരു ഫീഡ്ബാക്ക് പറയും, എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി സെഷൻ? ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, എന്താണ് ഇതില് എങ്ങനെയാണ് എന്നുള്ളത് ആലോചിച്ചിട്ട്. പക്ഷെ അറ്റൻഡ് ചെയ്ത് ആദ്യം കുറച്ച് ഇതായിരുന്നു, ഇങ്ങനെ ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറയണം എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ എല്ലാം ഓക്കെ, ഗെയിം ആയാലും ആ ടെൻഷൻ അങ്ങ് ഒഴിവായി, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയി. എന്താ പറയാ, ഇപ്പൊ ആ സമയം പോയത് പോലും അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഹാപ്പി ആയിരുന്നോ? ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഭവ്യ. നെക്സ്റ്റ് ആരാണ്? ഓക്കെ, ജിഷ പറഞ്ഞോളൂ. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോഡലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എങ്ങനെയാ സംസാരിക്കുക എടുക്കാന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി, നല്ലായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ലേ, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ ജിഷ, താങ്ക് യു. അടുത്തതാരാണ്? നെക്സ്റ്റ് ആരാണ്? മുനീറ, വാ. വാ. സത്യം പറഞ്ഞാല് ഇതിൽ കയറുമ്പോ തന്നെ ഫസ്റ്റ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഭവ്യം ഇവരൊക്കെ പറഞ്ഞവർക്ക് സമയം പോയത് അറിയില്ല. സത്യമായിട്ട് ഇപ്പൊ ഹാപ്പി ആയി, അടിപൊളിയാണ്, നല്ല എൻജോയ് ചെയ്തു. ഓക്കെ, ഇനിയുള്ള സെഷൻസ് ഇതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഷുവർ. ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്?
ഷൈമ? അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് നേരം വൈകിയാ വന്നത്, ഒരു 20 മിനിറ്റ് നേരം വൈകിട്ടാ വന്നത്. എന്നാലും പെട്ടെന്ന് ടൈം പോയി. പറഞ്ഞ മാതിരി എല്ലാരും ഒന്ന് കാണാൻ പറ്റി. ഉഷാറാണ്, സൂപ്പറാണ്. ഉഷാറാണല്ലേ? ഓക്കെ. എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. പിന്നെ ആ പാട്ടിന്റെ പ്രോഗ്രാം ഒന്നും എനിക്ക് അങ്ങനെ സിനിമനായിട്ട് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ മറ്റേ പ്രോഗ്രാം, ആ ഗെയിം നല്ല അടിപൊളിയായിരുന്നു, രസമായിരുന്നു. തിരയാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ്? കേട്ടില്ല. ലേൺ വൈസ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ 20 നമ്മളതൊക്കെ മിനിറ്റ് പറയും. ലേറ്റ് ആയതുകൊണ്ട്. സെഷൻസ് വരുന്നുണ്ട്. അടുത്തത് ആരാണ്? ഐശ്വര്യ? നല്ലതായിരുന്നു, ഗെയിംസും എല്ലാം നല്ലതായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നല്ല പരിപാടിയായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു നല്ല രീതിയിൽ? അതെ, ചെയ്തു. ഓക്കെ, എൻജോയ് ചെയ്തു അല്ലേ? അതെ. ഓക്കെ, ഇതുപോലൊരു സെഷൻ ഒന്നുകൂടെ വേണം. വേണം വേണം. വേണം വേണം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ സെഷൻസ് ഇനി വെക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത റിൻസി. വീഡിയോ മുമ്പ് ഓൺ ചെയ്തില്ലായിരുന്നല്ലോ, ഇപ്പൊ ഒന്ന് വന്നിട്ട്. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണേ. നല്ല പ്രോഗ്രാം ആയിരുന്നു, എൻജോയ് ചെയ്തു. കുറെ പേരുടെ ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടു, അത് തന്നെ വളരെ സന്തോഷം. ഓക്കെ, ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എങ്ങനെയാണ്? എനിക്ക് വെച്ചിട്ട് ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ വന്നല്ലേ? അതെ ഫസ്റ്റ് അതെ. ഗെയിമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഇല്ല, അപ്പൊ എന്താണ് പ്രോഗ്രാം എന്നൊന്നും ആദ്യം മനസ്സിലായില്ല. ഓക്കെ. ഓറിയന്റേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ഗെയിം നമ്മൾ ചില്ല് ചെയ്യാനുള്ള ആ ഒരു ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ ശരിക്കും മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ്, ഹാപ്പി ഫീലിംഗ് ആണ്. ആണല്ലേ? മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കുന്നില്ല, ഒരു ടെൻഷൻ. നമ്മളിപ്പോ എല്ലാവരും ലൈഫ് ഏത് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മറക്കാനായിട്ടൊരു 1 മണിക്കൂർ. ഓക്കെ, താങ്ക് യു റിൻസി. മാം, ഞാൻ ആദ്യം കരുതിയത് കേറിയപ്പോ തന്നെ സിനിമാ പാട്ട് ഇതെന്തോ വേറെ ലിങ്ക് മാറിപ്പോയോ എന്നൊരു ഡൗട്ട് വന്നു. ഞാൻ വേറെ ഏതോ ഒരു ലിങ്കിൽ കയറി കളിക്കുകയാണ് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യാൻ നിൽക്കുക, ഒരു വട്ടം ലീവ് ചെയ്തു. ഒന്ന് കൂടി ഒന്ന് ട്രൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് എന്ത് സംഭവം എന്ന് മനസ്സിലായത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ജസ്റ്റ് നമ്മൾ പറയുന്നില്ലല്ലോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അക്കാഡമിക് ആയിട്ട് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സ്വയം ഈ ഒരു ഗെയിം കണ്ടക്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് ഇന്ററാക്ട് ചെയ്യുക, നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ തമ്മിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ, MCOM ജൂലൈ 24 സ്റ്റുഡൻസ് ആണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ നിങ്ങൾക്കൊന്ന് ഫൺ എലമെന്റിലൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക. കൂടാതെ ലേൺ ബേസിലേക്കുള്ള നിങ്ങളുടെ എൻട്രി വളരെ സന്തോഷമുള്ള രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങളെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് സെഷൻ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഗെയിമിംഗ് ആയിട്ട് നമ്മൾ നടത്തുന്നത്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ പൊതുവെ നമ്മൾ PG സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇച്ചിരി ഗ്യാപ്പ് എടുത്ത് നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നിങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ സെഷൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ പങ്കെടുക്കണം. അത് നിങ്ങൾക്ക് അതിനോട് സാധിക്കട്ടെ. സോ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. വാണി മാം, നമ്മുടെ ആക്ഷൻ ടാസ്ക് കൂടെ ഷെയർ ചെയ്തില്ലല്ലോ. ഇടയ്ക്കൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഓരോ സെഷൻസ് കഴിയുന്തോറും നമുക്ക് അതിനൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബെസ്റ്റ് പെർഫോമറെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞുള്ളൂ. അതപ്പം നിങ്ങളുടെ ഈ ഒരു പാർട്ടിസിപ്പേഷനും അത് കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ആക്ഷൻ ടാസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതെന്തായാലും നിങ്ങളുടെ മെന്റർ അയച്ചു തരും. എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ സെക്ഷന്റെ ആക്ഷൻ ടാസ്ക് ആണ്. കാണാം മാം. ഓക്കെ, ആക്ഷൻ ടാസ്ക് ആണ് സേ ഹലോ ടു. ഇതിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത്
എന്താണ് നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പെസിഫൈ ചെയ്യുക. കാരണം ഇവിടെ ദാണ്ട് ജോൺ എന്നൊരാളുടെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നു, സ്ഥലം പറയുന്നു, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് പറയുന്നുണ്ട്, ഹോബീസ് എന്താണ്, അദ്ദേഹത്തിന്റെ കറണ്ട് ജോബ് എന്താണ്. അതേപോലെ നിങ്ങളുടെ പേരെന്താണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഹോബീസ്, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് നിങ്ങളുടെ മെന്റർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.